ആരാ ബാധിക്കാൻ വന്നെന്നറിയോ? വൈദ്യനാഥൻ. എത്ര ഫീസ് കൊടുത്തെന്നറിയോ? 50 ലക്ഷം റുപ്യ. സ്വന്തം മകളടക്കം കുടുക്കി കിടക്കുന്ന കേസിൽ 50 ലക്ഷം റുപ്യ ഞങ്ങളുടെ പൈസ എടുത്ത് കൊടുക്കാൻ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം? നിങ്ങളെ മോള് കുടുങ്ങി ഞങ്ങൾ കൊടുക്കണ്ടേ? നിങ്ങളെ മോള് കുടുങ്ങി ഞങ്ങൾ കൊടുക്കണ്ടേ? ഞാൻ എന്റെ പേര് കുറെ കേസ് ഉണ്ടായല്ലോ, 10-14 കേസ്. എന്നിട്ട് ആരെ കേസ് അന്വേഷിച്ച് ബാധിച്ചത്? ഞാനല്ലേ കോടതി പോയത്? എന്റെ നേതാക്കന്മാരോട് ചോദിക്ക്. പാർട്ടിയിൽ നിന്ന് 10 റുപ്യ വാങ്ങിയിട്ടില്ല. ഇതുപോലെ ഇവിടെ വന്നിട്ട് നട്ടലിൽ നിവർത്തി നിൽക്കാൻ എനിക്കാവുന്നത് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ പോയി കേസ് നടത്തിക്കാൻ അറിയാമല്ലോ. അങ്ങനല്ലേ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഞങ്ങളുടെ പൈസ എടുത്ത് നടത്തല്. KSIDCക്ക് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീ തന്നെ കിട്ടിയതാ. അതിന്റെ പൈസ എടുത്ത് കൊടുക്കാൻ വൈദ്യനാഥന്. ഇനി വൈദ്യനാഥന് മാത്രമാണോ? അരവിന്ദ് പി ദത്താർ ബാംഗ്ലൂർ ഹാജരായി. ഒരു സിറ്റിംഗിന് 1 കോടി റുപ്യാണ്. സുപ്രീം കോടതിയിലെ വക്കീമാരെ പൈസ ഒക്കെ എനിക്കറിയാം, ഞാൻ പോയി നോക്കിയല്ലേ. ഞാൻ ഇയാളെ ഫീസ് കേട്ടപ്പോ തിരിച്ചോടിയതാണ്. കേസ് തോറ്റാൽ അമ്മാതിരി ഫീസാണ്. 1 കോടി റുപ്യ ഒരു സിറ്റിംഗിന് കൊടുക്കണം. അതേപോലെ അയാളെ കൊണ്ടുവന്ന് വാദിച്ചു. എന്നിട്ട് എന്താ സ്ഥിതി? ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, പിണറായി വിജയനോടല്ലട്ടാ, CPM-കാരോട്. നിങ്ങൾക്കിതിൽ മനസ്താപമില്ല? MP ഗോവിന്ദന്റെ ഒരു സങ്കടമില്ല? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളുടെ ബഹുമാന്യനായ കരുണാകരന്റെ മകള്, ആരാ കരുണാകരൻ? എല്ലാ മലയാള മാസത്തിന്റെയും 1-ാം തീയതി നിങ്ങൾക്ക് കരുണാകരനെ കാണണമെങ്കിൽ ശബരിമല നട തുറക്കുന്നതിന്റെ മുമ്പിൽ പോകണം. നല്ല ഹിന്ദു, സോറി, ഗുരുവായൂരമ്പലത്തിൽ പോകണം. നല്ല ഹിന്ദു, സനാതനനായ ഹിന്ദു, നല്ല പ്രഗത്ഭനായ ധീരനായ ഭരണാധികാരി. എന്തൊരു ലെഗസിയാണ് കരുണാകരനുള്ളത്.